ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ഒരു പുതിയ യുഗപ്പിറവിക്ക് കളമൊരുങ്ങുന്നു. രാജ്യസുരക്ഷയ്ക്ക് കരുത്തുപകരാൻ 1.05 ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങൾ സംഭരിക്കാൻ ഡിഫൻസ് അക്വസിഷൻ കൗൺസിൽ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകി. ഇത് കേവലം ഒരു സാമ്പത്തിക ഇടപാടല്ല, മറിച്ച് സ്വയം പര്യാപ്തതയിലേക്കും സൈനിക ശക്തിയിലേക്കും ഇന്ത്യ നടത്തുന്ന ഒരു കുതിച്ചുചാട്ടമാണ്. ശത്രു രാജ്യങ്ങൾക്ക് പേടി സ്വപ്നമാകുന്ന ഇന്ത്യയുടെ വ്യോമശക്തിയുടെ നെടുംതൂണായ സുഖോയ് 30 MKI ഫൈറ്റർ ജെറ്റുകൾ അടിമുടി പരിഷ്കരിച്ച് സൂപ്പർ സുഖോയ് ആയി മാറാൻ ഒരുങ്ങുന്നു. 66,829 കോടി രൂപയുടെ ഈ പദ്ധതി പാകിസ്ഥാന്റെ കൈവശമുള്ള F-16 JF-17 ഫൈറ്റർ ജെറ്റുകളെ ബഹുദൂരം പിന്നിലാക്കും. തദ്ദേശീയമായി വികസിപ്പിച്ച അസ്ത്ര 2, അസ്ത്ര 3 മിസൈലുകളും അത്യാധുനിക വിരൂപാക്ഷ റഡാറും ഈ സൂപ്പർ സുഖോയുടെ ഭാഗമാകും. നിലവിൽ സുഖോയിലുള്ള R-77 മിസൈലിന്റെ പ്രഹരശേഷി 100 കിലോമീറ്റർ മാത്രമാണെങ്കിൽ അസ്ത്ര MK2-ന് 300 കിലോമീറ്ററും MK3-ന് 400 കിലോമീറ്ററും ശേഷിയുണ്ട്. കൂടാതെ DRDOV വികസിപ്പിച്ച പുതിയ റഡാറിന് 400 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ പോലും കൃത്യമായി കണ്ടെത്താൻ സാധിക്കും. അടുത്ത 3-4 വർഷത്തിനുള്ളിൽ 84 സുഖോയ് വിമാനങ്ങളാണ് ഇത്തരത്തിൽ പരിഷ്കരിക്കുന്നത്. അപകടങ്ങളിൽ തകർന്ന 12 വിമാനങ്ങൾക്ക് പകരം 13,500 കോടി രൂപ ചെലവിൽ 12 പുതിയ സുഖോയ് വിമാനങ്ങൾ HAL നിർമ്മിക്കും. ഇതുകൂടാതെ 352 തേജസ് വിമാനങ്ങൾക്ക് ഓർഡർ നൽകിയിട്ടുള്ളതും ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു. ശത്രു സൈനിക താവളങ്ങൾ അവരുടെ ഓരോ നീക്കങ്ങളും കൃത്യമായി നിരീക്ഷിക്കാൻ ഇന്ത്യക്ക് സ്വന്തമായി ഇസ്താർ ചാരവിമാനം എത്തുന്നു. 10,000 കോടി രൂപയുടെ ഈ പദ്ധതി രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ ശേഷിക്ക് പുത്തൻ ഉണർവ് നൽകും. സിന്തറ്റിക് അപ്പർച്ചർ റഡാറുകൾ, ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സെൻസറുകൾ എന്നിവ ഘടിപ്പിച്ച ഈ വിമാനം ശത്രുവിന്റെ ഒളിത്താവളങ്ങൾ പോലും കണ്ടെത്താൻ സഹായിക്കും. ഈ സെൻസറുകൾ DRDO വികസിപ്പിച്ചത് തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ വിജയമാണ്. ചൈന പാകിസ്ഥാൻ സമുദ്ര സഖ്യം ഇന്ത്യക്ക് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ കടലിലെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് 12 അത്യാധുനിക മൈൻവാരി കപ്പലുകൾ നിർമ്മിക്കാൻ 44,000 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 900 മുതൽ 10,000 ടൺ ഭാരമുള്ള ഈ കപ്പലുകൾ അടുത്ത 10 വർഷത്തിനുള്ളിൽ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിക്കും. കടലിൽ ശത്രു സ്ഥാപിക്കുന്ന മൈനുകൾ കണ്ടെത്താനും അവയെ നിർവീര്യമാക്കാനും തുറമുഖങ്ങളെ ശത്രു ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും ഈ കപ്പലുകൾക്ക് സാധിക്കുന്നു. ഇത് ഇന്ത്യൻ നാവികസേനയ്ക്ക് സമുദ്ര യുദ്ധങ്ങളിൽ വ്യക്തമായ മേൽക്കൈ നൽകുന്നു. ശത്രുവിന്റെ ഡ്രോണുകളും മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ കഴിവുള്ള ക്വിക്ക് റിയാക്ഷൻ മിസൈലുകൾ സ്വന്തമാക്കാൻ 36,000 കോടി രൂപയാണ് ചിലവഴിക്കുന്നത്. കരയിൽ നിന്ന് ആകാശത്തേക്ക് വിക്ഷേപിക്കുന്ന ഈ മിസൈലുകൾക്ക് 30 കിലോമീറ്റർ പരിധിക്കുള്ളിൽ വരുന്ന ഏത് വ്യോമഭീഷണിയെയും തകർത്തെറിയാൻ സാധിക്കും. കരസേനയുടെ 3 റെജിമെന്റുകൾക്കും വ്യോമസേനയുടെ 6 സ്ക്വാഡ്രണുകൾക്കും ഈ മിസൈലുകൾ നൽകും. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഉപയോഗിച്ച തുർക്കി ഡ്രോണുകളുടെയും ചൈനീസ് മിസൈൽ ഭീഷണിയുടെയും പശ്ചാത്തലത്തിൽ ഈ മിസൈലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇവയ്ക്ക് പുറമെ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന നിരവധി പദ്ധതികൾക്ക് കൂടി കൗൺസിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. സെമി സബ്മേഴ്സിബിൾ നിരീക്ഷണ കപ്പലുകൾ, യുദ്ധക്കപ്പലുകളിൽ ഘടിപ്പിക്കുന്ന 76 mm സൂപ്പർ റാപ്പിഡ് തോക്കുകൾ, ശബ്ദം, കാന്തികത, മർദ്ദവ്യതിയാനം എന്നിവ വഴി യുദ്ധക്കപ്പലുകളെ തിരിച്ചറിഞ്ഞ് തകർക്കുന്ന DRDM മൈനുകൾ, കവചിത വാഹനങ്ങൾ എന്നിവയും വാങ്ങും. അമേരിക്കയിൽ നിന്ന് വാങ്ങിയ 6 അപ്പാച്ചെ ഹെലികോപ്റ്ററുകളിൽ 3 എണ്ണം ഈ മാസവും ബാക്കിയുള്ളവ നവംബറോടെയും ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകും. 5,691 കോടി രൂപയ്ക്കാണ് ഈ ഹെലികോപ്റ്ററുകൾ വാങ്ങിയത്. 2020 ഫെബ്രുവരിയിലാണ് ഇന്ത്യയും US-ഉം ഈ കരാറിൽ ഒപ്പുവെച്ചത്. പാക് വേട്ടക്കാർ എന്ന് വിശേഷിക്കപ്പെടുന്ന അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായ 22 എണ്ണത്തിന് പുറമെയാണ് എത്തുന്നത്. ഇത് നമ്മുടെ വ്യോമസേനയുടെ ആക്രമണശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കും. ഈ വൻകിട പ്രതിരോധ പദ്ധതികളിലൂടെ ഇന്ത്യ ലോകരാജ്യങ്ങൾക്കിടയിൽ സൈനിക ശക്തിയായി കൂടുതൽ കരുത്താർജിക്കുകയാണ്. തദ്ദേശീയ ഉൽപാദനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഈ നീക്കങ്ങൾ വിരൽ ചൂണ്ടുന്നത്.